മാറി. ഒരു ദിവസം ദ്രോണാചാര്യരും പാണ്ഡവരും കാട്ടിൽ നായാട്ടിനായി എത്തി. അവരുടെ കൂടെയുണ്ടായിരുന്ന ഒരു നായ കാട്ടിലൂടെ അലഞ്ഞുതിരിഞ്ഞ് ഏകലവ്യൻ പരിശീലിക്കുന്ന സ്ഥലത്തെത്തി. ഏകലവ്യന്റെ രൂപം കണ്ട് നായ കുരക്കാൻ തുടങ്ങി. നായയുടെ കുര തന്റെ ഏകാഗ്രതയ്ക്ക് തടസ്സമാകുമെന്ന് കണ്ട ഏകലവ്യൻ ഒരൊറ്റ നിമിഷം കൊണ്ട് 7 അമ്പുകൾ നായയുടെ വായിലേക്ക് എയ്തുവിട്ടു. നായയ്ക്ക് മുറിവേൽക്കാതെ തന്നെ അതിന്റെ വായ അമ്പുകൾ കൊണ്ട് അടഞ്ഞുപോയി. കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയ നായയെ കണ്ട് ദ്രോണരും അർജുനനും അത്ഭുതപ്പെട്ടു. ശബ്ദം കേൾക്കാതെ തന്നെ ഇത്ര കൃത്യമായി അമ്പെയ്യാൻ ശബ്ദവേദി വിദ്യ കഴിയുന്ന ആ വില്ലാളിയെ അന്വേഷിച്ച് അവർ ചെന്നു. അവിടെ ദ്രോണരുടെ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഏകലവ്യനെ അവർ കണ്ടു. ഏകലവ്യന്റെ കഴിവ് കണ്ട് ദ്രോണർക്ക് വലിയ ആശങ്കയായി. ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളി അർജുനനായിരിക്കും എന്ന് അദ്ദേഹം വാക്കു നൽകിയിരുന്നു. എന്നാൽ ഏകലവ്യൻ അർജുനനേക്കാൾ കേമനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദ്രോണർ ഏകലവ്യനോട് ചോദിച്ചു, നിന്റെ ഗുരു ആരാണ്? ഏകലവ്യൻ പറഞ്ഞു,